നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. 15ാം കേരള നിയമസഭയുടെ 13ാമത് സമ്മേളനം ജനുവരി 17 മുതൽ മാർച്ച് 28 വരെ നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്യും. ജനുവരി 17 മുതൽ മാർച്ച് 28 വരെയുള്ള കാലയളവിൽ ആകെ 27 ദിവസം സഭ ചേരും. ജനുവരി 20, 21, 22 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ഫെബ്രുവരി 7-ന് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. ഫെബ്രുവരി 13-ന് 2024-25 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകൾ പരിഗണിക്കും. തുടർന്ന് ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2 വരെ സഭ ചേരില്ല. ഈ കാലയളവിൽ വിവിധ സബ്ജക്റ്റിൽ കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. മാർച്ച് 4 മുതൽ 26 വരെയുള്ള കാലയളവിൽ 13 ദിവസം 2025-26 വർഷത്തെ ധനാഭ്യർത്ഥനകൾ സഭ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കും. 2024-25 വർഷത്തെ അന്തിമ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്നതും 2025-26 വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുന്ന 2 ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാക്കണം. ഗവൺമെൻറ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങളിലെ ബിസിനസ് ക്രമീകരിക്കുന്നതിനെ സംബന്ധിച്ച് കാര്യോപദേശക സമിതി ചേർന്ന് പിന്നീട് തീരുമാനിക്കും. മാർച്ച് 28-ന് സഭ പിരിയും. ഈ സമ്മേളനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഗവർണർ മാറിയ ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനമാണ് ഇത്തവണത്തേത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപനത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത്. ഒപ്പം നിരവധി വടികളുമായാവും പ്രതിപക്ഷം സഭയിലെത്തുക. ഭരണപക്ഷത്തിനെതിരെ സഭയിൽ ശക്തമായ നിലപാടെടുക്കാൻ തന്നെയാണ് UDF നിലപാട്.